കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൺരാജ് എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിൽ കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉച്ചയ്ക്ക് ശേഷം വിധി പറയും. പോലീസിന്റെ നിർദ്ദേശങ്ങൾ TVK ലംഘിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 10,000 പേരെ മുന്നിൽ കണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയെന്നും TVK വാദിച്ചു. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. രൂക്ഷമായ വാദപ്രതിവാദം ഈ വിഷയത്തിൽ കോടതിയിൽ നടന്നു. സൂരജ് സജീവ് വിവരങ്ങൾ നൽകും കരൂരിൽ നിന്ന്. സൂരജ്, ഈ കേസിൽ ഇതിന്റെ കോടതി നടപടികളുടെ ചുരുക്കം എന്താണ്? പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് പ്രതിഭാഗത്തിന് മറുപടിയുണ്ടോ? കോടതിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. 10,000 പേരെ മാത്രം മുന്നിൽ കണ്ട് എങ്ങനെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുക എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം കോടതിയും ചോദിച്ചല്ലോ പ്രതിഭാഗത്തോടല്ലേ? വിജയകുമാർ, കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പ്രധാനമായ ചോദ്യം ഉയർന്നിരിക്കുന്നത്. അതായത് വിജയ് വരുന്ന സമയത്ത് പാർട്ടിക്കാർ വന്നില്ലെങ്കിലും പൊതുജനം വരുമെന്ന് അറിഞ്ഞുകൂടെ എന്ന പല ആവർത്തി കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇവരുടെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, പ്രതിഭാഗത്തിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ഈ 10,000 പേരുടെ പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയതെങ്കിൽ പോലും ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഈ ആളുകളുടെ എണ്ണം കൂടിയ സമയത്ത് പോലീസിന് വേണമെങ്കിൽ പരിപാടി റദ്ദാക്കാമായിരുന്നു. അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് പോയില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് ഇവർ ഉയർത്തിയത്. അതോടൊപ്പം തന്നെ തങ്ങൾ വളർന്നു വരുന്ന ഒരു കക്ഷിയാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണുള്ളത്, അവരെ മുന്നിൽ കണ്ടാണ് ഈ 10,000 എന്ന കണക്കിലേക്ക് തങ്ങൾ എത്തിയത് എന്ന വാദമായിരുന്നു പ്രതിഭാഗം ഉയർത്തിയത്. പക്ഷേ ഇതിൽ പോലീസ് ആകട്ടെ പറയുന്നത്, വിജയുടെ ബസ് വരുന്ന സമയത്ത് ഒരു തവണ ഈ വഴിയിൽ വാഹനം നിർത്തിക്കൊണ്ട് വിജയോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പിന്നീടും ഈ വാഹനം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അതിനിടയിൽ വീണ്ടും അപകടമാണ്, ഈ വാഹനം മുന്നോട്ട് പോകുന്നതെന്ന് അറിയിച്ചതാണ്. പക്ഷേ അതിൽ വിജയുടെ ഭാഗത്തു നിന്നോ സംഘാടകരുടെ ഭാഗത്തു നിന്നോ ഈ അപകടം ഒഴിവാക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായില്ല. വിജയ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന DSP അദ്ദേഹം പറയുന്നത്, താൻ കൈ ഉയർത്തി കാണിച്ചു, വിജയോട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു, പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ പോലും വിജയ് തയ്യാറായില്ല എന്ന ഗുരുതര ആരോപണമാണ് ഇത് സംബന്ധിച്ച് ഈ പോലീസും വാദിഭാഗവും ഉയർത്തിയത്. പല തവണ ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. വിജയകുമാർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ TVK സംബന്ധിച്ച് അവരെ നേടിയെടുക്കുക, അതായത് ഈ അറസ്റ്റിലായിരിക്കുന്ന മതിയഴകനും അതോടൊപ്പം തന്നെ പൗൺരാജിനും ജാമ്യം നേടിയെടുക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ്. കാരണം ഈ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നേടാനായാൽ ഇതുവരെ ഇവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയായി ആ ജാമ്യം മാറും. സ്വാഭാവികമായും സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ചയാണ് ഈ കരൂരിൽ ഉണ്ടായതെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം വേണമെന്ന കാര്യത്തിൽ ഇവർ അടിവരയിട്ട് ഉറച്ചു നിൽക്കുന്നത്. AIDMKയുടെ പരിപാടി അടക്കം ഈ മേഖലയിൽ നിഷേധിച്ചതിന്റെ ഉത്തരവടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്ന് കോടതിയിൽ ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദമുണ്ടായത്. ആ സമയത്ത് ചോദിച്ചു, ഈ ഉത്തരവൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സുരക്ഷയുടെ ഭാഗമായി ഇത്തരം ഉത്തരവുകൾ അന്ന് കണ്ടെത്തിയില്ല എന്നുവരെ കോടതി ചോദിച്ചു. എന്തായാലും പ്രതിഭാഗവും വാദിഭാഗവും തുടർച്ചയായി കോടതിയിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. കോടതിയാകട്ടെ നിരന്തരം TVKയോട് കാര്യങ്ങൾ തിരക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന വാദത്തിൽ നിങ്ങൾ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുവരെ കോടതി പല തവണ ചോദിച്ചു. വിജയ് വരുമ്പോൾ പൊതുജനങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്, അത് മനസ്സിലാക്കി കൂടെ എന്നുള്ളതായിരുന്നു. സൂരജ്, അതായാലും ഈ മതിയഴകനും അതുപോലെ തന്നെ പൗൺരാജിനും ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് പോലീസിന്, പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാകും. ആ ജാമ്യം കിട്ടാൻ പറ്റുന്നതിന്റെ പരമാവധി വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ശക്തമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി അതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.